തീർച്ചയായിട്ടും കോടതി ജാമ്യം കൊടുക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് കാണുന്നത്. കാരണം പുള്ളിയെ കുറിച്ച് കൂടുതൽ അലിഗേഷൻസ് ഈ മൂന്നാമത് പരാതി കൊടുത്തിട്ടുള്ള അതിജീവിത തന്നെ കൂടുതൽ അവർക്കാണ് ഇവന്റെ കംപ്ലീറ്റ് ഹിസ്റ്ററി അറിയാവുന്നത്. അപ്പൊ അതുകൊണ്ട് ഇദ്ദേഹം വേറെയും പെൺകുട്ടികളെ ഇതേപോലെ ട്രാപ്പ് ചെയ്തിട്ടുണ്ട്, അവരെ ഇതേപോലെ അബ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ പുറത്തു വരാനായിട്ട് സാധ്യത ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. പിന്നെ ഒരു പോക്സോ കേസിന്റെ ഇതൊക്കെ പറയുന്ന കേൾക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതെല്ലാം കൂടെ കോടതിയുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാനായിട്ട് ഇരിക്കുവാണെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് മിക്കവാറും ജാമ്യം കിട്ടാൻ സാധ്യതയില്ല. കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകത്തേ ഉള്ളൂ. കാരണം 2-3 പേര് പരാതിയായിട്ട് വന്നപ്പോൾ ബാക്കിയുള്ളവരും പരാതി കൊടുക്കാൻ തയ്യാറായിട്ട് മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട് എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത്. ഒരു വിശ്വാസ കേന്ദ്രങ്ങളിൽ നിന്നുള്ള അറിവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരൊക്കെ അങ്ങനെ നിയമപരം നടപടിയായിട്ട് മുമ്പോട്ടേക്ക് പോകുന്നു എന്ന് അറിയുന്നു. അപ്പം എന്തായാലും കോടതി ഇദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള അബ്യൂസുകളെ കുറിച്ച് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കുറച്ചും കൂടെ സമയം ചോദിച്ചിട്ടുണ്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോ സാധ്യതയില്ല, ജാമ്യത്തിന് സാധ്യതയില്ല എന്ന് തന്നെയാണ് കരുതുന്നത്. മറ്റൊരു കാര്യമുള്ള ഇന്ന് ഇപ്പോൾ ഹർജി പരിഗണിക്കുമ്പോൾ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് പരാതിക്കാരി ചില കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നുണ്ട് കോടതിയിൽ. അത് ക്രൂരമായ ബലാത്സംഗമായിരുന്നു, ഭീഷണിപ്പെടുത്തി നഗ്ന വീഡിയോ ചിത്രീകരിച്ചിട്ടുണ്ട്, അതെല്ലാം ഫോണിൽ ഇപ്പോഴും ഉണ്ട്. ഈ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ ദൃശ്യങ്ങളെല്ലാം പുറത്തു പോകുമോ എന്നുള്ള ഭയമൊക്കെ ആ പെൺകുട്ടി പറയുന്നുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ കോടതിയുടെ ഒരു പരിഗണനയിൽ വരുമെന്ന് തന്നെയല്ലേ നമ്മൾ കരുതുന്നത്? തീർച്ചയായിട്ടും ഇത്രയും ആയ സ്ഥിതിക്ക് കുറെ എവിഡൻസ് ഒക്കെ പോലീസും കളക്ട് ചെയ്തല്ലോ. കാരണം പുള്ളി ഒന്നാമത് ലാപ്ടോപ്പിന്റെയും പ്രധാനപ്പെട്ട ഫോണിന്റെയും ഡീറ്റെയിൽസ് ഇതുവരെ പാസ്വേഡ് ഒന്നും ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പൊ സൈബർ സെല്ലിന്റെ സഹായത്തോടു കൂടി അവരത് വീണ്ടെടുക്കാനുള്ള ഒരു ശ്രമമാണ് പോലീസ് നടത്തുന്നത്. പിന്നെ പുള്ളി ഇതുപോലെ ഒന്നിലധികം പേരുടെ നഗ്ന വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടെന്നൊക്കെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയമാണ്. ഇയാളെ പുറത്തു വിട്ടു കഴിഞ്ഞാൽ തെളിവ് നശിപ്പിക്കാനോ അല്ലെങ്കിൽ സമ്മർദ്ദം ചെലുത്തി ഇത് പുറത്തു വിടുന്നൊക്കെ പറഞ്ഞ് സമ്മർദ്ദം ചെലുത്താനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴി ഇതൊക്കെ ലീക്ക് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അതിജീവിതകളുടെ ജീവനെ വീണ്ടും ബാധിക്കുന്ന തരത്തിലേക്ക് പോകും. അവരങ്ങനെയും കൂടെ ബാധിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത്തരം വീഡിയോസ് ഒക്കെ കണ്ടെത്തണം. അത് കണ്ടെത്താനായിട്ടാണ് ലാപ്ടോപ്പിന്റെ ഒക്കെ പാസ്വേഡ് ചോദിക്കുന്നത്. പക്ഷെ രാഹുൽ ഒരു തരത്തിലും അത് കൊടുക്കുന്നില്ല, ഷെയർ ചെയ്യുന്നില്ല. അപ്പൊ അതിനകത്ത് കൂടുതൽ മറ്റു പല കേസുകളുടെയും വിശദവിവരങ്ങൾ അതിനകത്തുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. അതുകൊണ്ടാണ് ഇത് കൊടുക്കാത്തത്. അത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് പോകും. എല്ലാം ഇലക്ട്രോണിക് എവിഡൻസ് ആണല്ലോ. ഇഷ്ടംപോലെ വീഡിയോ ഒക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ എവിഡൻസ് ആയിട്ട് തന്നെ അവരുടെ മെയിലിൽ തന്നെ കിടക്കുമല്ലോ. അതിന് എത്രയായാലും അത് അവരെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ പോലും അത് വീണ്ടെടുക്കാൻ പറ്റുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളി അത് ഒരു തരത്തിലും അത് കൊടുക്കുന്നില്ല. ഈ ഡിവൈസിന്റെ ഒന്നും ഒരു ഡീറ്റെയിൽസും കൊടുക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് മിക്കവാറും ഒന്നുകിൽ സമയം നീട്ടി ചോദിക്കുമായിരിക്കും. എവിഡൻസ് കളക്ട് ചെയ്യാൻ സമയം നീട്ടി ചോദിക്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാനാണ് സാധ്യത. ജാമ്യം കിട്ടാൻ എന്തായാലും സാധ്യതയില്ല. പിന്നെ ഈ അബ്യൂസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് പുള്ളി എന്തിനാണ് ഇത്രയും പെൺകുട്ടികളുടെയൊക്കെ വീഡിയോ എടുത്ത് സൂക്ഷിച്ച് അത് വെച്ച് വീണ്ടും ഭീഷണിപ്പെടുത്തി? അതൊക്കെ ഒരു ടോർച്ചറിന്റെ വേറൊരു തലമാണ്. നമ്മൾ സ്നേഹത്തോടെ അല്ലല്ലോ ഒരാളെ നമ്മൾ പകയായിട്ട് ഉപയോഗിക്കുന്നത്. ഒരാളുടെ വീഡിയോ എടുത്ത് പുറത്തു വിടുന്ന പറഞ്ഞാൽ സ്നേഹം കൊണ്ടല്ലല്ലോ, അത് പക കൊണ്ടാണല്ലോ. അപ്പൊ അത് മറ്റൊരാളുടെ ജീവനെ നശിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഭീഷണിയാണ് അതൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ജാമ്യം ലഭിക്കാൻ, തെളിവ് നശിപ്പിക്കാൻ സാധ്യതയും സ്വാധീനം ഉള്ളതുകൊണ്ട് ഇപ്പോഴും പുള്ളിക്ക് ഭയങ്കര സ്വാധീനമാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ തെളിവ് നശിപ്പിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് ജാമ്യം കൊടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.